നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായും സോനം വാങ്ചുക് പറഞ്ഞു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ജന്തർ മന്ദിറിൽ നടത്തുന്ന സമരം തുടരുകയാണ്. മന്ത്രി രാജിവെക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നതാണ് CJPയുടെ നിലപാട്. വിസ്മയ പ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി. വിസ്മയ, ഏതായാലും 26 ദിവസം നീണ്ട നിരാഹാര സമരം സോനം വാങ്ചുക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സോനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അഭിജിത് ദീപ്കയുടെ ഒരു സന്ദേശവും വീഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ ഒരു സമരം അവസാനിപ്പിക്കില്ല, ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് അഭിജിത് ദീപ്കെ അല്ലെങ്കിൽ CJP സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധമായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിന് സപ്പോർട്ട് ചെയ്താണ് സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. അങ്ങനെ 26 ദിവസത്തോളം നീണ്ടുനിന്ന ഈ ഒരു നിരാഹാര സമരമാണ് ഇപ്പോൾ അവസാനിച്ചത്. എന്തായാലും ജൂൺ 28-നായിരുന്നു ഈ ഒരു നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സഹകരിച്ച് അല്ലെങ്കിൽ അവരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് വേണ്ടി ആ ഒരു പ്രതിഷേധത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു നിരാഹാര സമരവും സോനം വാങ്ചുക് ആരംഭിച്ചത്. അങ്ങനെ ജൂൺ 28-ന് ആരംഭിച്ച ഈ ഒരു നിരാഹാര സമരമാണ് 26 ദിവസം നീണ്ടത്. ആ 26 ദിവസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പല സംഭവ വികാസങ്ങളും നടന്നിരുന്നു. അതായത് ജൂൺ 18-നായിരുന്നു ഈ ഒരു ജന്തർ മന്ദറിലായിരുന്നു അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചത്. ആ ഒരു പ്രതിഷേധത്തിലെ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു ആശുപത്രി അധികൃതർ, അതായത് പോലീസുകാർ അവിടെ എത്തി ഈ ഒരു സോനം വാങ്ചുക്കിനെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് വെള്ളത്തുണി മറിച്ച് അവിടുന്ന് ബലമായി തന്നെ ഈ സോനം വാങ്ചുക്കിനെ സമരവേദിയിൽ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ മാറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇന്നലെയോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിച്ചതായി സോനം വാങ്ചുക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 26 ദിവസമാണ് ഈ ഒരു നിരാഹാര സമരം നീണ്ടുനിന്നത്. ഈ ഒരു സമരം തുടരുന്നതിനിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 11 കിലോയോളമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറഞ്ഞിരുന്നത്. ആരോഗ്യസ്ഥിതി ദിവസേന വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയം തന്നെ അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കിനോട് അപേക്ഷിച്ചിരുന്നു. അതായത് ഈ ഒരു നിരാഹാര സമരം നിർത്തണം എന്നുള്ളൊരു കാര്യം അഭിജിത് ദീപ്കയും മുന്നേ പറഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിൽ നിരാഹാര സമരം തുടരുകയാണെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാവും. അതുപോലെ തന്നെ ഇനിയും സോനം വാങ്ചുക്കിനെ ഈ വിദ്യാർത്ഥികൾക്കാണെങ്കിലും എല്ലാവർക്കും ആവശ്യമുണ്ട്, രാജ്യത്തിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം അഭിജിത് ദീപ്കെ പറഞ്ഞിരുന്നു. അപ്പോഴും ഈ ഒരു സോനം വാങ്ചുക് കേന്ദ്ര മന്ത്രിമാർക്ക് കത്ത് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു സോനം വാങ്ചുക് അന്ന് ആ കത്തിൽ പറഞ്ഞിരുന്നത്. 3 ആവശ്യങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നുള്ളതും. മൂന്നാമത്, ഈ ഒരു പോലീസ് നടപടി, വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാർത്ഥികളെ പോലീസ് അടിച്ചമർത്തിയ ആ ഒരു നടപടിയെടുക്കണം എന്നുള്ളൊരു കാര്യം ആയിരുന്നു സോനം വാങ്ചുക് മൂന്നാമതായി പറഞ്ഞത്. എന്തായാലും അത്തരം കേന്ദ്രമന്ത്രിമാർക്ക് കത്ത് നൽകിയും പിന്നീടാണ് ഇത്തരത്തിൽ ഒരു വിവരം പുറത്തു വരുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ആശുപത്രിയിൽ. JP നദ്ദയും അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗ് അടങ്ങുന്ന മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് പ്രകാരം ഒരു 65 പാർലമെൻറ്റ് അംഗങ്ങളാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ 65 പാർലമെൻറ്റ് അംഗങ്ങൾ ആശുപത്രിയിലെത്തി ഒരു കത്ത് ഒപ്പിടിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ തന്നെ ഒരു വയലൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ നെഗോഷിയേറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യം അടക്കമാണ് സോനം വാങ്ചുക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേന്ദ്രമന്ത്രിമാരാണ് അദ്ദേഹത്തിന് വെള്ളം നൽകുന്നത്. ആ ഒരു വെള്ളം കുടിച്ചാണ് ഇത്തരത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഡൽഹിയിൽ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും CJP വക്താക്കൾ പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലാതെ ഇവർ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ്. CJP ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ സമരം ശക്തമായി തന്നെ നടക്കുകയാണ്. അതേസമയം തന്നെ
17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു എന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്നലെ ഒരു 7:30 ആയിരുന്നു ഇത്തരത്തിൽ ഒരു വിവരം. അതായത് 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ആ ഒരു ക്യാബിനറ്റിൽ എന്തായാലും ഇതിൻ്റെ അതായത് ഈ ഒരു പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കൂടെ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടി തന്നെ എടുത്തു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ക്യാബിനറ്റ് ചേരുന്നതോടുകൂടെ എന്താണ് നടപടി എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമാകും. അതുപോലെ തന്നെ ബില്ലും ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ബില്ല് അവതരിപ്പിക്കാനും അടുത്ത ആഴ്ച പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഈ ഒരു സോനം വാങ്ചുക് ഈ ഒരു നിരാഹാരം നിർത്തിയതിന് പിന്നാലെ തന്നെ അഭിജിത്ത് ദീപ്കയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഇതിൽ പ്രതികരിച്ചിരുന്നു. അതായത് അഭിജിത്ത് ദീപ്കെ പറഞ്ഞത് ഈ സോനം വാങ്ചുക്കിൻ്റെ സഹന സമരത്തിന് നന്ദി എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിജിത്ത് ദീപ്കെ നേരത്തെയും അദ്ദേഹത്തോട് അപേക്ഷിച്ചിരുന്നു ഈ ഒരു നിരാഹാരം നിർത്താൻ വേണ്ടി. എന്തായാലും അതിനുശേഷം കത്ത് നൽകുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു സഹന സമരത്തിന് നന്ദിയെന്നും അതുപോലെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെയാണ് ഈ അഭിജിത്ത് ദീപ്കെ പ്രതികരിച്ചത്. മാത്രമല്ല അതിലാണ് അഭിജിത്ത് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ CJP പ്രതിഷേധം ജന്തർ മന്ദറിൽ നടത്തുന്ന CJPയുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം അതിലാണ് അഭിജിത്ത് ദീപ്കെ സൂചിപ്പിച്ചത്. മാത്രമല്ല പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യം പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാൻ കഴിയട്ടെ, ഈ ഒരു ഇതിൽ നിന്ന് നിരാഹാര സമരത്തിൽ നിന്ന് ഇപ്പോൾ അവസാനിപ്പിച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഈ ഒരു പ്രധാനമന്ത്രിയുടെ വീഡിയോ വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി അതിനെ വിമർശിച്ചിരുന്നു. അതായത് കുട്ടികളുടെ ആവശ്യങ്ങൾ അതിനെ എന്തായാലും അംഗീകരിക്കണം, ആ ഒരു ആവശ്യങ്ങൾ അംഗീകരിക്കുക. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം, ആ ആവശ്യം അംഗീകരിക്കണം. അതുപോലെ ആ ഒരു വീഡിയോക്കെതിരെയായിരുന്നു, ആ വീഡിയോ ദൃശ്യത്തിനെതിരെയായിരുന്നു ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത്. 3 ആവശ്യങ്ങൾ വീണ്ടും രാഹുൽ ഗാന്ധി അതിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, പിന്നെ മറ്റൊന്ന് പോലീസ് നടപടി, അതായത് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൻ്റെ അടിച്ചമർത്തലുകൾക്ക് എതിരെയുള്ളൊരു നടപടി. അത്തരത്തിൽ 3 ആവശ്യങ്ങൾ വീണ്ടും ഈ ഒരു രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റിൽ ഉന്നയിച്ചു. എന്തായാലും പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ കൂടെ നിരാഹാര സമരം ആരംഭിച്ച് അതായത് 26 ദിവസം നീണ്ട ഈ ഒരു നിരാഹാര സമരം സോനം വാങ്ചുക് അവസാനിപ്പിച്ചത്. ശരി, എന്തായാലും അങ്ങനെ 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായും സോനം വാങ്ചുക് പറയുകയുണ്ടായി. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ജന്തർ മന്ദറിൽ നടത്തുന്ന സമരം തുടരുകയാണ്. മന്ത്രി രാജിവെക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന നിലപാടാണ് CJP സ്വീകരിക്കുന്നത്. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ബില്ല് കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തയാഴ്ച തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാകും ബില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അർദ്ധരാത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അസാധാരണ വീഡിയോയിൽ ആണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ചോദ്യപേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വേദന ഉണ്ടാക്കിയെന്ന് തനിക്കറിയാം. ചോദ്യപേപ്പർ ചോർച്ച നടത്തിയവരെ പിടികൂടി ജയിലിലടച്ചെന്നും മോദി പറഞ്ഞു. और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं, लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है। और इसलिए मैंने आज फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे। आज विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया। फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी। कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है। तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा।
പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അർദ്ധരാത്രിയിലെ വീഡിയോ കൊണ്ട് അവരുടെ ബുദ്ധിശക്തിയെ അപമാനിക്കരുത്. ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി മാപ്പു പറയണം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചുവെങ്കിലും മന്ത്രി രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, നമുക്കറിയാം ഈ ഒരു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ ഈ ഒരു ദിവസം വരെ എല്ലാ ദിവസവും പാർലമെന്റിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ആണ് പ്രധാനമായും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പാർലമെന്റിൽ അറിയിച്ചിരുന്നെങ്കിലും ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ ഇന്നും സഭയിൽ വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഏതായാലും ഈ CJPയുടെ സമരമൊക്കെ അവസാനിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ സോനം വാങ്ചുക്കിൻ്റെ സമരം മന്ത്രിമാർ ഇടപെട്ട് അവസാനിപ്പിക്കുന്നു. പ്രധാനമന്ത്രി രാത്രി അസാധാരണമായൊരു വീഡിയോ സന്ദേശം വിദ്യാർത്ഥികൾക്കായി നൽകുന്നു. അതിൽ ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് പറയുന്നു. അങ്ങനെ വിവിധ ശ്രമങ്ങൾ പല തലത്തിലായി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ CJPയുടെ സമരം അവസാനിപ്പിക്കാനായി. ഏതായാലും അതിനിടയിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി, ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷവും എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ മോദിയുടെ വീഡിയോയ്ക്കുള്ള മറുപടിയിൽ നിന്ന് തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് 3 ആവശ്യങ്ങളാണ്. ഒന്ന്, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, മാപ്പ് പറയുക പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട്, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കുക, അവർക്കെതിരെ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക. ഈ 3 ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏതായാലും നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പാർലമെന്റിൽ കണ്ടതുപോലെ തന്നെ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഭരണപക്ഷം ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് മിനിഞ്ഞാന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയും അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ചർച്ച ഇപ്പോഴില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയ്ക്കുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായും ഇന്നും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെയും ഒക്കെ ഒന്നിലേറെ തവണ സഭ നടപടികൾ നിർത്തിവെക്കേണ്ട വന്നിരുന്നു. പിന്നീട് സഭ ആ ദിവസം നടപടികൾ വെട്ടിച്ചുരുക്കി പിരിയുകയാണ് ചെയ്തത്. സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകും. ഏതായാലും ഈ സഭാ സമ്മേളനത്തിനുമായി ബന്ധപ്പെട്ട് തുടർ പ്രക്ഷോഭങ്ങൾ തീരുമാനിക്കാൻ ഇന്നിപ്പോൾ രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും കൂടി ചേരുന്നുണ്ട്. നമ്മൾക്ക് അറിയാവുന്ന പോലെ ഇന്നലെ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷ ഐക്യവും പ്രതിപക്ഷ സമരവും ഒക്കെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഒരു മിന്നൽ പ്രതിഷേധം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം നടത്തി. അത് മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ ഗാന്ധി സ്മൃതിയിൽ ബിർള ഹൗസിലേക്ക് MP-മാരെ കൂട്ടി രാഹുൽ എത്തുകയും ദേശീയ പതാകയുമായി അവിടെ എത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം പ്രകടമായി തന്നെ നിൽക്കുന്നുണ്ട്. ആ ഐക്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് പറയുന്നത്. ഏതായാലും ഇന്നും അത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് അടക്കം നൽകും. അത് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും ഈ പ്രതിഷേധം പ്രതിപക്ഷം തുടരും. അതേസമയം ഇന്നിപ്പോൾ ഈ വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുക. ഇപ്പോൾ ഈ രാജ്യസഭയിൽ BJP MP-മാർക്കെല്ലാം തന്നെ BJP വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആരും സഭ പിരിയും വരെ സഭ വിട്ടുപോകരുത് എന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ സമ്മേളന കാലത്ത് ആദ്യ ദിനങ്ങളിൽ അവതരിപ്പിക്കാനായി നിശ്ചയിച്ചിരുന്ന ബില്ലാണ് ഈ വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്ക്
ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് എന്ന് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് അത് അവതരിപ്പിക്കാനായി ഭരണപക്ഷത്തിന് സാധിച്ചില്ല. ഏതായാലും ഇന്ന് ആ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കമാണ് ഭരണപക്ഷം നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും സഭയിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തന്നെ പ്രതിപക്ഷം തുടരും. ശരി, എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചുവെങ്കിലും മന്ത്രി രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFIയുടെ പഠിപ്പ് മുടക്കൽ സമരം ഇന്ന്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും നീറ്റ് പരീക്ഷാ അട്ടിമറിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും NTA പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ബന്ദ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വിദ്യാഭ്യാസ ബന്ദിൽ അണിചേരണമെന്ന് SFI അഭ്യർത്ഥിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളിയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യാജരേഖയും വ്യാജ കരാറും തയ്യാറാക്കി സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. അപർണ KS ചേരുന്നു വിവരങ്ങളുമായി. അപർണ, ഏതായാലും PS പ്രശാന്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ട് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് നേരിട്ട് ഇടപെട്ടതിന് തെളിവുകൾ ഉണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പറയുന്നത്. തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന്റെ റിപ്പോർട്ട് തള്ളിയാണ് പ്രശാന്ത് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത്. സ്വർണം ഇളക്കി മാറ്റി വീണ്ടും പ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ല എന്ന് റെജിലാൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. 2025 ജൂലൈ 30-നാണ് ഈ റിപ്പോർട്ട് ദേവസ്വം സെക്രട്ടറിക്ക് കൈമാറുന്നതും. സ്വർണം പൂശാൻ പരമ്പരാഗത രീതി സ്വീകരിക്കണമെന്നാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പരമ്പരാഗത രീതിയിൽ തന്നെ ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശണമെന്നാണ് റെജിലാൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രശാന്ത് ഇടപെട്ട് ചെന്നൈയിൽ തന്നെ കൊണ്ടുപോകണമെന്ന്, ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ സ്വർണം പൂശണമെന്ന കത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകുകയായിരുന്നു. ഇതിനായി റെജിലാലിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുപ്പിക്കുകയും ഒക്കെ തന്നെ ഈ പ്രശാന്ത് ചെയ്തിരുന്നു. തുടർന്ന് 2025 ഓഗസ്റ്റ് 2-ന് ചേർന്ന ബോർഡ് യോഗം ഇതിന് അനുമതി നൽകുകയായിരുന്നു. അതായത് ഈ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാമെന്ന രീതിയിലുള്ള ഈ PS പ്രശാന്തിന്റെ ആവശ്യത്തെ ബോർഡ് യോഗം അനുമതി നൽകുകയും കൂടി ചെയ്തിരുന്നു. തുടർന്ന് പാളികൾ കൊണ്ടുപോകുന്നതിനായി വ്യാജരേഖ തയ്യാറാക്കിയെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നിയമാനുസൃതമായി ഒരു തരത്തിലുള്ള കരാറുകളും അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ എടുത്തിരുന്നില്ല. പാളികൾ ചെന്നൈയിൽ എത്തിച്ച ശേഷം ബെല്ലാരിയിൽ നിന്നും 2025 ഓഗസ്റ്റ് 8-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവാഭരണം കമ്മീഷണർ റെജിലാലും ചേർന്നാണ് ഇത്തരത്തിലൊരു വ്യാജ കരാറിൽ ഒപ്പിടുന്നത്. ചെന്നൈയിൽ എത്തിച്ച് 12 പാളികളിൽ നിന്ന് 4 പാളികളിലെ സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു. 2019-ൽ സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിനായിട്ടുള്ള ഗൂഢാലോചനകളാണ് ഇത്തരത്തിൽ പ്രതികൾ നടത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതുവഴി പ്രതികൾ ബോർഡിന് അനാവശ്യമായ നഷ്ടം ഉണ്ടാക്കുകയും പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒത്താശ ചെയ്യുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്തുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് 2020 മുതൽ 2025 വരെയുള്ള ബോർഡ് ജീവനക്കാരുടെ പങ്ക് വിശദമായി തന്നെ അന്വേഷിച്ച് വ്യക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരത്തിൽ SIT ആവശ്യപ്പെടുന്നു. എന്തായാലും PS പ്രശാന്തിന്റെ റെജിലാന്റെയും അടക്കമുള്ളവരുടെ പങ്ക് ഇത്തരത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത്. ദീപ്തി, ശരി, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ട് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളിയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യാജരേഖയും വ്യാജ കരാറും തയ്യാറാക്കി സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപർണ KS വിവരങ്ങൾ നൽകിയത്.
ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതായി സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് തീരുമാനം. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, നമുക്കറിയാം ഇന്നലെയാണ് ഇത്തരത്തിൽ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതായി വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അജിത് കുമാർ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇന്നലെയാണ് ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് സസ്പെൻഷനിലേക്ക് കടക്കുന്നത്. അതായത് ഇന്നലെയാണ് ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിൽ DGP നൽകിയ റിപ്പോർട്ട് കൈമാറുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ നിയമ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ തനിക്കെതിരായി എടുത്തിരിക്കുന്ന നടപടി റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. അതായത് ഈ DGP ആകുവാനുള്ള ശുപാർശ നൽകാനിരിക്കുകയാണ്. ഇതിനെയൊക്കെ തന്നെ ഈ സസ്പെൻഷൻ ബാധിക്കും, തനിക്ക് ലഭിക്കാനുള്ള മറ്റ് ആനുകൂല്യങ്ങളെ അടക്കം ഈ സസ്പെൻഷൻ ബാധിക്കുമെന്ന് കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ ഇത്തരത്തിൽ ADGP തയ്യാറാകുന്നത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ SIT റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെ സംബന്ധിച്ചുള്ളത്. ഈ കേസ് ഡയറി അടക്കം തിരുത്തി, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെ സംരക്ഷിക്കുന്നതിനായി ഈ കേസിന്റെ നിർണായകമായ കേസ് ഡയറി അടക്കം തിരുത്തി എന്നുള്ള ഗുരുതര ആരോപണമാണ് DGP MR അജിത് കുമാറിനെതിരെയുള്ളത്. ഇത് വ്യക്തമായി തന്നെ SIT റിപ്പോർട്ടിൽ അവർ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ MR അജിത് കുമാറിനെതിരെ സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരുന്നത്. ഈ സർക്കാർ VD സതീശൻ സർക്കാരും ഇത്തരത്തിൽ ഈ MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു നടപടി ADGPക്കെതിരെ ഈ സർക്കാർ എടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു, റിപ്പോർട്ട് വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രമേ ADGPക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ കടന്നു കഴിഞ്ഞാൽ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുക എന്ന് അറിയിച്ചിരുന്നു. ഒരു അറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ വ്യക്തമായ ഉള്ള പഠനത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ MR അജിത് കുമാറിനെതിരെ ഒരു നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അജിത് കുമാർ നിയമ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കൂടി അജിത് കുമാർ കടക്കുമ്പോൾ ഈ വിഷയം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതകളുമുണ്ട്. ദീപ്തി. ശരി, എന്തായാലും ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതായാണ് വിവരം ലഭിക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് തീരുമാനം. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.